കർത്താവിൻ്റെ തിരുനാമത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഇന്ന് പകൽക്കാലം ഞാൻ വീണ്ടും സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. കഴിഞ്ഞ ഒരാഴ്ചക്കാലം നമ്മൾ ഇവിടുന്ന് കടന്നുപോയ നിമിഷം മുതൽ ഈ നിമിഷം വരെയും ദൈവത്തിൻ്റെ മഹനീയ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയുവാൻ നമ്മളെ സൂക്ഷിച്ച വൻ കൃപകളെ ഒരിക്കൽ കൂടെ ഓർക്കുവാൻ ഇന്ന് പകൽക്കാലം കർത്താവ് തന്ന ദൈവത്തിൻ്റെ കൃപകൾക്കായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. അർഹിക്കാത്ത നന്മകളും അല്ലേ, സ്തോത്രം, യാചിക്കാത്ത നന്മകളും, ചിലതൊന്നും നമ്മൾ ചോദിച്ചിട്ടല്ല, നമ്മൾ ചോദിക്കുന്നതിൻ്റെ അപ്പുറമായിട്ട് അപ്പനായതുകൊണ്ട് അറിയാവുന്നതുകൊണ്ട് സ്തോത്രം നമുക്ക് ധാരാളമായി തന്ന ദൈവത്തിൻ്റെ സ്നേഹം എത്ര വലുതാണ്. അധിക മുഖവുരകളില്ലാതെ വായിച്ച സങ്കീർത്തന ഭാഗത്തേക്ക് കടന്നു ചെല്ലുകയാണ്. 126 സങ്കീർത്തനം ഒരു ആരോഹണ ഗീതം എന്നുള്ള തലക്കെട്ടിലാണ് നാം അതിനെ കാണുന്നത്. ഒരു ആരോഹണ ഗീതം. നമുക്കറിയാം ആരോഹണ ഗീതം എന്താണെന്ന്. വർഷത്തിലൊരിക്കൽ യെരുശലേമിൽ നടക്കുന്ന അവരുടെ പെരുന്നാളിനോടുള്ള ബന്ധത്തിൽ ജനമെല്ലാം ദേവാലയത്തെ നോക്കി കടന്നു ചെല്ലുമ്പോൾ അവർ ഒരുമിച്ച് പാടി ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അങ്ങനെ പോകുമ്പം, ഇങ്ങനെ പാടുമ്പം അവരുടെ യാത്രാക്ഷീണങ്ങൾ അകന്നു പോകും. അവർ തമ്മിൽ ബലപ്പെടുവാനായിട്ടിടയായിത്തീരും. ഒരു ഉത്സാഹമൊക്കെ വരുവാനായിട്ടിടയായിത്തീരും. അങ്ങനെ ഉത്സാഹഭരിതരായി ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് തങ്ങളുടെ ആലയത്തിന് നേരായി നടന്നു പോകുമ്പോൾ പാടുന്ന സങ്കീർത്തനങ്ങളെ ആരോഹണ ഗീതങ്ങളെന്ന് നാം ദൈവവചനത്തിൽ കാണുന്നു. 126 സങ്കീർത്തനത്തിലെ പ്രമേയം എന്ന് പറയുന്നത് പ്രവാസികളെ മടക്കി വരുത്തിയ ദൈവത്തിന് സ്തോത്രം ചെയ്യുക എന്നുള്ളതാണ്. സ്തോത്രം, പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്നതിനുള്ള നന്ദി, അല്ലെങ്കിൽ മടക്കി വരുത്തിയതിനുള്ള നന്ദി പ്രകടനമാണ് 126 സങ്കീർത്തനം. എന്നാൽ ഒരു നന്ദി പ്രകടനം കൊണ്ട് അവസാനിക്കുന്നില്ല. അതിൻ്റെ അവസാന 3 വാക്യങ്ങളിലേക്ക് നാം കടന്നു ചെല്ലുമ്പോൾ ഇങ്ങനെ നന്ദി പ്രകടിപ്പിക്കുന്ന പ്രിയപ്പെട്ടവർ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ദൈവമേ, സിയോൻ്റെ പ്രവാസികളെ മടക്കി വരുത്തണമേ എന്ന് പറഞ്ഞാൽ അവരിലൊരു തിരിച്ചറിവുണ്ട്. ഇനിയും ഞങ്ങളോട് കൂടെ ഒരുമിച്ച് ചേർന്ന് ഈ രീതിയിൽ ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയാതെ വണ്ണം പ്രവാസത്തിലിരിക്കുന്ന ഒരു കൂട്ടം സഹോദരന്മാർ കൂടെ ഞങ്ങൾക്കുണ്ട്, അവരെ മടക്കി വരുത്തണമേ. സ്തോത്രം. ഇതൊരു ദൈവവേദലിൻ്റെ പ്രാർത്ഥനയുടെ നന്ദി പ്രകടനത്തിൻ്റെ നല്ലൊരു ഉദാഹരണമാണ്. നാം അനുവർത്തിച്ചു വരേണ്ടുന്ന നല്ലൊരു മാതൃകയാണ്. സ്തോത്രം. ആദ്യ വാക്യങ്ങളിൽ നിന്ന് ചില വാക്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാം. യഹോവ സിയോൻ്റെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ ഞങ്ങൾ സ്വപ്നം കാണുന്നത് പോലെ ആയിരുന്നു. സ്തോത്രം. ഇവിടെ സ്വപ്നം കാണുന്നത് പോലെ ആയിരുന്നു എന്ന് സങ്കീർത്തനക്കാരൻ പറയുമ്പോൾ തന്നെ നാം മറന്നു പോകരുത്, ഇതിൻ്റെ പുറകിൽ അധ്വാനിച്ച, ഇതിൻ്റെ പുറകിൽ പ്രാർത്ഥിച്ച, ഇതിൻ്റെ പുറകിൽ കണ്ണുനീരൊഴുക്കിയ, ഇതിൻ്റെ പുറകിൽ അധ്വാനിച്ച ഒരു കൂട്ടം ജനതയെ നമുക്ക് നെഹമ്യാവിൻ്റെയും എസ്രായുടെയും ഒക്കെ പുസ്തകത്തിൽ കാണുവാനായിട്ട് സാധിക്കും. സ്തോത്രം. ഇതിൻ്റെ പുറകിൽ ഏറെ ഭാരത്തോടെ പ്രവർത്തിച്ച ഒരു കൂട്ടം. അതൊക്കെ വായിക്കുമ്പോൾ ഒന്ന് ആ ഭാഗങ്ങളെ നമുക്കൊന്ന് ടച്ച് ചെയ്ത് വേഗത്തിൽ പോകാം. നെഹമ്യാവിൻ്റെ പുസ്തകം 2-ാം അധ്യായം 18, 17, 18 വാക്യങ്ങൾ. 17, 18 വാക്യങ്ങൾ. അകപ്പെട്ടിരിക്കുന്ന ഈ അനർത്ഥം വരുവീൻ, നാം ഇനിയും നിന്ദാപാത്രമായി ഇരിക്കാതെ വണ്ണം യെരൂശലേമിൻ്റെ മതിൽ പണിയുക. ഹല്ലേലൂയ. ഇതാ തങ്ങളുടെ ദേശം നിന്ദിതമായി ശത്രുക്കളാൽ ആക്രമിക്കപ്പെട്ടതായി നാമാവശേഷമായി കിടക്കുന്ന ഒരു അനുഭവത്തിൽ അതിൻ്റെ നിന്ന വഹിക്കുന്ന ഒരു ദൈവഭക്തനെ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. അവൻ പറയുകയാണ്, ഇതാ നാം നിന്ദിതരായി തീർന്നിരിക്കുന്നു, ഇതാ നാം വ്യസനപാത്രമായി തീർന്നിരിക്കുന്നു. ഇതിനി ഇങ്ങനെ തുടരാതെ വണ്ണം നാം എന്ത് ചെയ്യുക? ഇതിലെഴുന്നേറ്റ് പണിയണം. പ്രിയമുള്ള ദൈവകുഞ്ഞുങ്ങളെ, നമ്മുടെ ജീവിതത്തിൻ്റെ തകർന്നു കിടക്കുന്ന അനുഭവങ്ങൾ നമുക്ക് തിരിച്ചറിയുവാൻ കഴിയുന്നുണ്ടോ?
ആ തകർന്നു കിടക്കുന്ന അനുഭവങ്ങൾ നമുക്കൊരു നിന്ദയാണെന്ന് നമുക്ക് തിരിച്ചറിയുവാൻ കഴിയുന്നുണ്ടോ? സ്തോത്രം. പലപ്പോഴും തകർന്നു കിടക്കുന്ന അനുഭവങ്ങളെ തിരിച്ചറിയുന്നില്ല എന്നുള്ളത് മാത്രമല്ല, ഒരു പക്ഷേ അതിനെ തിരിച്ചറിഞ്ഞാലും അതൊരു നിന്ദയാണെന്ന് നമുക്ക് തിരിച്ചറിവില്ലാതെ പോകുകയാ. സ്തോത്രം. നിന്ദയായതിൽ അവർക്ക് മാനം തോന്നുന്നു എന്ന് ലേഖനങ്ങളിൽ നമ്മൾ വായിക്കുന്നത് പോലെ. സ്തോത്രം. ദൈവസന്നിധിയിൽ നിന്ദ്യമായിരിക്കുന്ന, ദൈവസന്നിധിയിൽ അപമാനഹേതുവായിരിക്കുന്ന പലതിനെയും നാം അലങ്കാരമായി ഈ കാലങ്ങളിൽ കൊണ്ടു നടക്കുന്നു എന്നുള്ളത് നമ്മുടെ ഒരു പരാജയമല്ലേ? സ്തോത്രം. നിന്ദയെ നിന്ദയാണെന്ന് തിരിച്ചറിയണം. നിന്ദയിൽ നിന്ന് പുറത്തു വരുവാൻ ഒരാത്മാർത്ഥമായിരിക്കുന്ന ഒരു അധ്വാനം നമ്മുടെ ജീവിതത്തിലുണ്ടാകണം. സ്തോത്രം. ഇവിടെ നെഹമ്യാവ് പറയുകയാ, നാം ഇനിയും നിന്ദാപാത്രമായി ഇരിക്കാതെ വണ്ണം നമുക്ക് എഴുന്നേറ്റ് പണിയുക. സ്തോത്രം. അടുത്ത് വായിച്ചാട്ടെ, 18. എൻ്റെ ദൈവത്തിൻ്റെ കൈ എനിക്ക് അനുകൂലമായിരുന്നതും രാജാവ് എന്നോട് കൽപ്പിച്ച വാക്കുകളും ഞാൻ അറിയിച്ചപ്പോൾ അവർ നാം എഴുന്നേറ്റ് പണിയുക എന്ന് പറഞ്ഞു. നെഹമ്യാവ് തൻ്റെ ഹൃദയത്തിലുള്ള കാര്യങ്ങളെ ജനത്തോട് പറഞ്ഞപ്പം അവർ പറയുക, നാം എഴുന്നേറ്റ് പണിയുക എന്ന് പറഞ്ഞ് അവർ ആ നല്ല പ്രവൃത്തിക്കായി അന്യോന്യം ധൈര്യപ്പെടുത്തി. പ്രിയ ദൈവകുഞ്ഞുങ്ങളെ, ദൈവസഭയ്ക്കുണ്ടാകേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വൈശിഷ്ട്യങ്ങളിലൊന്നാ ഈ പരസ്പരം ധൈര്യപ്പെടുത്തുക എന്നുള്ളത്. ഒരുവൻ തകർന്നിരിക്കുമ്പം, ഒരുവൻ ഹൃദയം നുറുങ്ങിയിരിക്കുമ്പോൾ, ഒരുവൻ നിന്ദ വഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ നിന്ദയിൽ നിന്ന് അവനെ കരകയറ്റുവാൻ സഭാവിശ്വാസികളായിരിക്കുന്ന, കൂട്ടുവിശ്വാസികളായിരിക്കുന്ന, ഒരേ അപ്പത്തിൻ്റെ ഓഹരിക്കാരായിരിക്കുന്ന എനിക്കും നിങ്ങൾക്കും ബാധ്യതയുണ്ട്. നിർഭാഗ്യവശാൽ മറ്റുള്ളവൻ്റെ ദുഃഖം പോലും നമ്മൾ അറിയാതെ പോകുന്നു എന്നുള്ളതാ ഈ കാലഘട്ടത്തിൻ്റെ ഒരു സത്യം. മറ്റുള്ളവൻ്റെ തകർച്ചകളെ നമുക്കറിയാതെ പോകുന്നു എന്നുള്ളതാ. ഒരുപക്ഷെ അറിഞ്ഞാലും ഒരു കൂട്ടർ, എല്ലാവരെയും ഞാൻ പറയുന്നില്ല, ഒരു കൂട്ടർ ആ തകർച്ചകളെ ആഘോഷമാക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റുള്ളവൻ്റെ തകർച്ചകളെ ആഘോഷമാക്കുകയല്ല, മറ്റുള്ളവൻ്റെ തകർച്ചകളിൽ അവനെ ഒന്ന് പണിതെടുക്കുവാൻ, അവൻ്റെ നിന്ദയ്ക്ക് അറുതി വരുത്തുവാൻ, ഒരു അവസാനം വരുത്തുവാൻ ഞാനും നിങ്ങളും എത്രമാത്രം യത്നിക്കേണ്ടിയിരിക്കുന്നു, എത്രമാത്രം ശ്രമിക്കേണ്ടിയിരിക്കുന്നു പ്രിയമുള്ളവരെ. സ്തോത്രം. ഇത് ദൈവവൈതലിൻ്റെ ഉത്തരവാദിത്വമാണ്. അറിയണം, പരസ്പരം അറിയണം. സ്തോത്രം. സ്തോത്രം. നമ്മുടെ ഇടയിൽ എന്ത് നടക്കുന്നു? സ്തോത്രം. പലപ്പോഴൊക്കെ ഞാൻ ദൈവസന്നിധിയിൽ എന്നെ തന്നെ സമർപ്പിച്ച് ക്ഷമ ചോദിക്കാറുണ്ട്. സത്യമായിട്ടും ദൈവമുമ്പാകെ നിന്നാ പറയുന്നേ, പലരുടെയും വേദനകളെ ഞാൻ അറിയാതെ പോകുന്നു, പലരുടെയും കണ്ണുനീര് ഞാനൊന്നും അറിയാതെ പോകുന്നു. സ്തോത്രം. പലർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ മറന്നുപോകുന്നു. സ്തോത്രം. 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 ഞാൻ തിരിച്ചറിയുന്നത് പോലെ എൻ്റെ പ്രിയ ദൈവജനമേ, നാം ഓരോരുത്തരും ഇത് തിരിച്ചറിഞ്ഞ് ഈ നാളുകളിൽ ദൈവസന്നിധിയിൽ നിന്ന് മടങ്ങി വരണം. പരസ്പരം ധൈര്യപ്പെടുത്തുന്ന, അന്യോന്യം ധൈര്യപ്പെടുത്തുന്ന ഒരു സ്വഭാവം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലുണ്ടാകണം. അതിന് അന്യോന്യം അവനവൻ്റെ ഭാരങ്ങളെ തിരിച്ചറിയുന്ന, അതിനെ ചുമക്കുന്ന ഒരു സ്വഭാവം നമുക്കുണ്ടാകണം. പരസ്പരം സംസാരിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാകണം. സ്തോത്രം. പലപ്പോഴും നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളതൊരു പോരായ്മയാണ്. സ്തോത്രം. ഈ നാളുകളിൽ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമ്മളൊന്ന് സമർപ്പിക്കണം. ഒരാൾ വിളിച്ചില്ലെങ്കിലും അങ്ങോട്ട് വിളിക്കുന്ന ഒരു ശീലം നമ്മളിൽ ഉണ്ടാക്കണം. ഞാൻ പലപ്പോഴും തോറ്റുപോകുന്ന ഒരു മേഖലയാണ്, തുറന്നു പറയുകയാണ്, ഞാൻ പലപ്പോഴും തോറ്റുപോകുന്ന ഒരു മേഖലയാണ്. സ്തോത്രം. വീട്ടിൽ പോലും പലപ്പോഴും ഇങ്ങോട്ട് മമ്മി വിളിക്കുമ്പോഴാണ് അങ്ങോട്ട് വിളിക്കുന്നേ. സ്തോത്രം. സ്തോത്രം. തുറന്നു പറയുക. പക്ഷേ നമുക്ക് ഈ നാളുകളിൽ ഇതിനൊരു മാറ്റം ഉണ്ടാകണം.
എത്ര പേര് ഇന്ന് പകൽക്കാലം എന്നോട് ചേർന്ന് പറയും, കർത്താവേ, എനിക്ക് മറ്റുള്ളവരുമായി സംസാരിക്കുന്ന ഒരു സ്വഭാവം, മറ്റുള്ളവൻ്റെ ഭാരങ്ങളെ അറിയുന്ന, മറ്റുള്ളവൻ്റെ സന്തോഷത്തിൽ പങ്കുചേരുന്ന, മറ്റുള്ളവൻ്റെ വേദനകളിൽ അവനോട് ചേർന്ന് നിൽക്കുന്ന ഒരു സ്വഭാവം എനിക്ക് തരണമേ. സ്തോത്രം. നെഹമ്യാവ് തൻ്റെതായിരിക്കുന്ന ഹൃദയത്തിൻ്റെ ഭാരങ്ങളെ വെളിപ്പെടുത്തിയപ്പോൾ ജനം പറയുകയാ, വാ നമുക്ക് എഴുന്നേറ്റ് പണിയാ എന്ന് പറഞ്ഞുകൊണ്ട് അന്യോന്യം ധൈര്യപ്പെടുത്തുവാനായിട്ടിടയായി തീർന്നു. ധൈര്യപ്പെടുത്തുന്ന സഭയായി തീരട്ടെ നാം, ധൈര്യപ്പെടുത്തുന്ന വ്യക്തി ജീവിതമായി തീരട്ടെ നാം, എഴുന്നേറ്റ് പണിയുവാൻ കൂടെ നിൽക്കുന്നവരായി തീരട്ടെ നാം. സ്തോത്രം. അതേ കൂട്ടത്തില് അതേ ആളുകളുടെ ഇടയിൽ ചിലരെ കാണാം, ഇവരെ നിന്ദിക്കുന്നവരെ കാണുവാനായിട്ടിടയായി തീരും. ഇവർ പണിത് തീർക്കയില്ലെന്ന് പറയുന്നവരുണ്ട്. സ്തോത്രം. കുറുക്കൻ കയറിയാൽ മറിഞ്ഞു പോകുന്നതേ ഉള്ളെന്ന് പറയുന്നവരുണ്ട്. പക്ഷെ ഇതിൻ്റെ എല്ലാത്തിൻ്റെ മധ്യത്തിൽ ഞാൻ അന്യോന്യം ബലപ്പെടുത്തുന്നവനായി, ഞാൻ മറ്റുള്ളവനെ ബലപ്പെടുത്തുന്നവനായി, ഞാൻ മറ്റുള്ളവനെ പണിതെടുക്കുന്നവനായി തീരുമെന്ന് നമുക്കൊരു തീരുമാനം എടുക്കാൻ കഴിയത്തില്ലേ? സ്തോത്രം. പ്രവാസികളുടെ മടങ്ങിവരവിന് വേണ്ടി കാക്ഷിക്കുകയും പ്രവാസത്തിൽ നിന്ന് മടങ്ങി വരുമ്പോൾ സന്തോഷിക്കുകയും ചെയ്യുന്ന കൂട്ടത്തിൻ്റെ പ്രത്യേകത ഇതാണ്. സ്തോത്രം. അവർ ഒരുമിച്ച് പണിയുവാൻ തയ്യാറാകും. സ്തോത്രം. ഇവർ സ്വപ്നം കാണുന്നവരെ പോലെ ആയിരുന്നെങ്കിലും ഇതിൻ്റെ പുറകിൽ അധ്വാനിച്ച ഒരു കൂട്ടമുണ്ട്, മറന്നു പോകരുത്. അങ്ങനെ അധ്വാനിക്കുന്നവരുടെ കൂട്ടത്തിൽ നാം ആയിരിക്കാം, നിന്ന തിരിച്ചറിയുന്നവരുടെ കൂട്ടത്തിലായിരിക്കാം, മാനസാന്തരപ്പെട്ട് പണിതെടുക്കുന്നവരുടെ കൂട്ടത്തിലായിരിക്കാം. അടുത്ത് പറയുക, അന്ന് ഞങ്ങളുടെ വായിൽ ചിരിയും ഞങ്ങളുടെ നാവിന്മേൽ ആർപ്പും നിറഞ്ഞിരുന്നു. ദൈവജനത്തിൻ്റെ ഒരു പ്രത്യേകതയായത്, ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന കൂട്ടത്തിൻ്റെ ഒരു പ്രത്യേകതയായത്. അതിനെപ്പറ്റി നമുക്ക് ഒന്നുകൂടെ കാണണമെങ്കിൽ അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം 42 മുതലുള്ളതായിരിക്കുന്ന വാക്യങ്ങളെ ഒന്ന് വായിച്ചു നോക്കണം. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം അതിൻ്റെ 42 മുതലുള്ള വേദഭാഗങ്ങൾ വേഗത്തിലെടുത്തൊന്ന് വായിച്ചാട്ടെ. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം നമുക്കറിയാം, പരിശുദ്ധാത്മാവിൻ്റെ വളരെ ശക്തമായിരിക്കുന്ന അഭിഷേകം, വെളിപ്പെടൽ നാം അനുഭവിച്ച, സഭ ആദ്യമായി അനുഭവിച്ച അധ്യായമാ 2-ാമത്തെ അധ്യായം. അതിൻ്റെ അനന്തരഫലമായി അനേകർ ദൈവത്തിൽ വിശ്വസിക്കുകയും സ്നാനപ്പെടുകയും ഏകദേശം 3000-ഓളം ഉള്ള ജനപ്പെരുപ്പം സഭയുടെ ഭാഗമായി തീർന്നപ്പോൾ എന്ത് സംഭവിച്ചു? അടിമത്തത്തിൽ നിന്ന്, പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന്, പാപത്തിൽ ജീവിച്ച് പ്രവാസത്തിലായിരുന്നവർ ശരിയായ സ്വാതന്ത്ര്യത്തിലേക്ക്, ശരിയായ ഇടത്തേക്ക് മടങ്ങി വന്നപ്പോൾ അവർക്ക് എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് 42-ാമത്തെ വാക്യത്തിൽ കാണാം. വായിച്ചാട്ടെ. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു, കൂട്ടായ്മ ആചരിച്ചു, അപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ചു പോന്നു. മുൻപോട്ട് വായിച്ചാട്ടെ. നോക്കുക, അപ്പോസ്തലന്മാരാൽ ഏറിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നു. അടുത്തത് സഭയ്ക്കകത്ത് കൂടി വന്നവരുടെ ഒരു പ്രത്യേകതയാ. നമ്മൾ ഇത് വായിക്കുമ്പോൾ പെട്ടെന്ന് തെറ്റിദ്ധരിക്കുന്ന ഒരു ഭാഗമുണ്ട്. ഞാൻ അങ്ങനെയാണ് ചിന്തിച്ചിരുന്നത് ആദ്യകാലങ്ങളിലൊക്കെ. ഇവരുണ്ടായിരുന്ന എല്ലാം വിറ്റ് ചർച്ചയിൽ കൊണ്ടുവന്ന് വെച്ചെന്നാ. അങ്ങനെയല്ല. നിങ്ങൾ ശ്രദ്ധിക്കണം, ആ വാക്യങ്ങളെ നിങ്ങൾ ശരിയായിട്ടൊന്ന് ശ്രദ്ധിച്ച് വായിക്കണം. അവിടെ പറയുക എല്ലാം പൊതുവകയായിട്ട് എണ്ണി എന്ന് പറഞ്ഞാൽ എന്തുവാ? ആർക്കും ആക്സസ് ഉണ്ട്. ഇപ്പോൾ എനിക്ക് പെട്ടെന്നൊരു അത്യാവശ്യം വന്നാൽ ഓടിച്ചെന്ന് ശിവബ്രദറിനോട് പറയാം, ശിവബ്രദറെ ഞാനൊരു വളരെ അത്യാവശ്യ ഘട്ടത്തിലാണ്. അത് പറയുമ്പം ഇപ്പോൾ സപ്പോസ് എനിക്കിപ്പോൾ ഒരു ഭവനമില്ലാതെ ഞാൻ വാടക വീട്ടിലായിരുന്നെന്ന് കരുതുക, പെട്ടെന്ന് വാടക വീട് വിട്ട് ഇറങ്ങേണ്ടി വന്നു. ഉടനെ വന്നാൽ പറയും, ശിവബ്രദർ പറയും, സാരമില്ല, ഇന്ന് നമുക്ക് ഇവിടെ തങ്ങാം, 2 ദിവസത്തിനകത്ത് എങ്ങനെയെങ്കിലും നമുക്കൊരു വീട് കണ്ടുപിടിക്കാം എന്ന് പറഞ്ഞ് 2 ദിവസം നമ്മെ ആ വീട്ടിൽ അവിടെ ആക്സസ് ഉണ്ടായിരുന്നു. സ്തോത്രം. പിന്നെ അവനവൻ ആവശ്യം വരുന്ന സമയത്ത് സഭയിൽ ഫണ്ടില്ലെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? അത്യാവശ്യം വേണ്ടി വന്നാൽ ഇന്നത്തെ സ്ഥിതിയിലെന്ന് പറയാം, ഒരു ലാപ്ടോപ്പ് വിറ്റാൽ
കിട്ടുന്ന പൈസ വേഗം കൊണ്ടുപോയി നമ്മുടെ കയ്യിൽ അത്യാവശ്യമുള്ളത് അല്ലെങ്കിൽ പഴയ കാലത്തൊക്കെ പറയുന്ന പോലെ ഉള്ളൊരു മാല കൊണ്ടുപോയി വേഗം കൊണ്ടുപോയി വിറ്റേച്ച് അല്ലെങ്കിൽ പണയം വെച്ചേച്ച് ആ ആവശ്യത്തിൽ നമ്മൾ എന്ത് ചെയ്തു? സഹായിച്ചു. മനസ്സിലാവുന്നുണ്ടോ? അല്ലാതെ ഉള്ളതെല്ലാം അങ്ങനെ 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 ഒരു കാഴ്ചപ്പാടിലേ ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെയാണ്. സ്വത്രം ഉണ്ടായിരുന്ന എല്ലാം അങ്ങനെ അവിടെ പറഞ്ഞിട്ടില്ല. എല്ലാം വിറ്റെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഗ്രീക്കിലും പറഞ്ഞിട്ടില്ല. സ്വത്രം എല്ലാം വിറ്റെന്ന് പറഞ്ഞിട്ടില്ല. അവർക്കുണ്ടായിരുന്നത് പൊതുവകയായിട്ട് അവരെണ്ണി മറ്റുള്ളവൻ്റെ ആവശ്യത്തിൽ തങ്ങൾക്കുള്ളതുകൊണ്ട് സഹായിപ്പാൻ, അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ സഭ ജാഗ്രതയുള്ളവരായിരുന്നു എന്നർത്ഥമാണ്. നമുക്കതിന് കഴിയുന്നുണ്ടോ? സ്തോത്രം. നമുക്കതിന് കഴിയുന്നുണ്ടോ? നമ്മളതിന് സന്നദ്ധരാണോ? മറ്റുള്ളവൻ്റെ ആവശ്യങ്ങളെ തിരിച്ചറിയുവാൻ നാം സന്നദ്ധരാണോ സഹോദര എന്ന് പറയും. സ്തോത്രം. വളരെ വളരെ സിമ്പിളായിട്ടുള്ളൊരു എക്സാമ്പിൾ പറയാം. ഞങ്ങൾ 3 സഹോദരങ്ങളാണ്. ഞാൻ, എൻ്റെ അനിയത്തി, എൻ്റെ അനുജൻ. സ്തോത്രം. ഇടയ്ക്കൊരാവശ്യം വരുമ്പം അച്ചാച്ചാ എന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിലുണ്ടെങ്കിൽ ഞാൻ അതിൽ നിന്ന് എടുത്ത് കൊടുക്കും. ഇല്ലെങ്കിൽ ഞാൻ എന്തു ചെയ്യും? എങ്ങനെയെങ്കിലും ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റുമോ നോക്കും. അത് രണ്ടും സാധിക്കുന്നില്ലെങ്കിലേ ഉള്ളൂ നമ്മൾ എന്ത് പറയത്തുള്ളൂ അവളോട്? അയ്യോടി എൻ്റെ കയ്യിൽ ഒന്നുമില്ല, നമുക്ക് ആൽവിനോട് ചോദിക്കാം എന്ന് പറയത്തുള്ളൂ. അവിടെയും കൈവിടുകയല്ല, നമുക്ക് മറ്റൊരു വഴി ഒരുമിച്ച് അന്വേഷിക്കാം എന്നുള്ള ഒരു രീതി കാണുന്നുണ്ടോ? സ്തോത്രം. സഭയുടെ ഐക്യത ഒരു കുടുംബമാകുമ്പോൾ എന്നിലും നിങ്ങളിലും ഉണ്ടാകേണ്ടുന്ന ഒരു സ്വഭാവ വൈശിഷ്ട്യമായത്. സ്തോത്രം. നമ്മൾ ഒരുമിച്ച് സന്തോഷിക്കുന്നു എന്ന് പറയുമ്പോൾ ഇത് നമ്മുടെ ഒരു സ്വഭാവമായി തീരണം. മറ്റുള്ളവൻ്റെ അവസ്ഥകളെ അറിയുവാൻ അതിൽ യുക്തമായ ഏറ്റവും ദൈവസ്നേഹത്തോടെ പ്രവർത്തിക്കുവാനുള്ള സന്നദ്ധത ഉണ്ടാകണം. നമ്മൾ കാലുകൾ എടുത്തു വെക്കുമ്പോൾ നമുക്ക് വേണ്ടി കാര്യം സാധിപ്പിക്കുന്ന ഒരുത്തൻ നമുക്കുണ്ടെന്ന് വിശ്വസിക്കുന്നവരല്ലേ നമ്മൾ? അവനുണ്ടെന്നുള്ളത് സത്യമല്ലേ? സ്തോത്രം. പത്രോസ് ഇതാ യാതൊരു നിർവാഹവുമില്ല, ആമത്തിൽ കാലുകളെ ഇട്ട് ഒരാൾക്ക് നേരെ ചൊവ്വേ നിൽക്കുവാൻ കഴിയാത്ത അല്ലെങ്കിൽ അതിനുള്ള സ്പേസ് ഇല്ലാത്ത അത്രയും അകത്തളത്തിൽ സ്തോത്രം അവനെ ബന്ധിച്ചിരിക്കുമ്പോൾ സഭ ശ്രദ്ധയോടെ അവന് വേണ്ടി പ്രാർത്ഥിച്ചെന്നാണ് നാം കാണുന്നത്. സ്തോത്രം. ആ പ്രാർത്ഥനയ്ക്കകത്ത് വെറുതെ ഉള്ള ജൽപ്പനങ്ങളല്ലായിരുന്നു, അതിൻ്റെ അപ്പുറത്തേക്ക് അവൻ്റെ വേദനകളെ സ്വന്തം ജീവിതത്തിൽ വഹിച്ചുകൊണ്ടുള്ള ശ്രദ്ധയോടെയുള്ള പ്രാർത്ഥനയായിരുന്നു. എന്ത് സംഭവിച്ചു? രാത്രിയുടെ യാമത്തിൽ ദൂതനിതാ അവനായിരിക്കുന്ന ഇടങ്ങളിൽ ഇറങ്ങിച്ചെന്ന് സ്തോത്രം കതവുകളെ തുറന്ന് അവനെ പുറത്തു കൊണ്ടുവരുവാൻ സഭയുടെ പ്രാർത്ഥനയ്ക്ക് ആദ്യ നൂറ്റാണ്ടിൽ കഴിഞ്ഞെങ്കിൽ ഇന്നും അത് കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നാം വിശ്വസിക്കണം. നാം സന്നദ്ധരായി ഇറങ്ങുന്നെങ്കിൽ കാര്യങ്ങളെ സാധിപ്പിക്കുന്നവൻ നമുക്ക് മുൻപായിട്ട് പോകുക. നമ്മുടെ ബലമല്ല. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ച പോലെ നമ്മുടെ ബലമൊന്നുമല്ല നമുക്ക് ജയം തരുന്നത്, നമ്മുടെ ഭുജമല്ല നമുക്ക് ബലം തരുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് കൈകെട്ടിയിരിക്കാനുള്ള അനുവാദമല്ലത്. സ്തോത്രം. നമ്മൾ പ്രവർത്തിക്കേണ്ടത് പ്രവർത്തിക്കണം. നമുക്ക് അസാധ്യമായത് ദൈവം സാധ്യമാക്കി തരും. വിശ്വസിക്കുന്നവർ ചേർന്ന് ദൈവസന്നിധിയിൽ നിന്ന് പകൽക്കാലം സമർപ്പിക്കട്ടെ. അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു, അത് പറയാതിരിക്കാൻ കഴിയില്ല. സ്തോത്രം. ഇന്ന് വലിയ പ്രശ്നം അതാ, കാര്യം പറയുന്നത് ആർക്കും ഇഷ്ടമല്ല. കാര്യം പ്രസംഗിച്ചാൽ സഭയിൽ ആളില്ല. സ്തോത്രം. അപ്പോസ്തലന്മാരുടെ ഉപദേശം കൈക്കൊള്ളുന്നതിൽ നമ്മൾ മുന്നിൽ നിൽക്കണം പ്രിയമുള്ളവരെ. ഈ വചനത്തിൻ്റെ ഉപദേശം വിട്ട് പുറത്തു പോകരുത്. സ്തോത്രം. ഇതൊരു നിശ്ചയമായ കാര്യമാണ്. ഇത് പുറത്തു വിട്ടിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു. പല പ്രിയപ്പെട്ടവർ മെസ്സേജൊക്കെ കാണുമ്പോൾ വിളിക്കും. സ്തോത്രം. ഞാൻ തീരുമാനം എടുത്തേക്കാം, വിളിക്കുന്നവരോടെല്ലാം പറയും, അതേത് വിഭാഗത്തിൽപ്പെട്ടവരോടാണെങ്കിലും പറയും, സത്യ ദൈവവചനത്തിൻ്റെ വ്യവസ്ഥ ഇതാ. നിങ്ങളുടെ ജീവിതത്തിൽ വിടുതൽ വേണോ? നിശ്ചയമായിട്ടും സത്യം അനുസരിക്കണം. പെന്തക്കോസ്തുകാരെ അനുസരിക്കണമെന്ന് ഞാൻ പറയത്തില്ല. ഏത് മറ്റൊരു വിഭാഗം എൻ്റെ വിഭാഗത്തിൻ്റെ പേര് ഞാൻ അങ്ങ് എടുത്തതേ ഉള്ളൂ, ഞാൻ നല്ലൊരു പെന്തക്കോസ്തുകാരനാണ്. സ്തോത്രം. മറ്റൊരു വിഭാഗത്തിൻ്റെ പേരെടുക്കുന്നില്ല. ഏത് വിഭാഗത്തിലും നീ ആയിക്കൊള്ളട്ടെ, വചനവിപരീതമായി ഏതിൽ കണ്ടാലും അത് വചനവിപരീതമാണെന്ന് സമ്മതിക്കാനും അതിൽ നിന്ന് പുറത്തു വരാനും വചനത്തെ പിൻപറ്റാനും ഞാൻ തയ്യാറാകണം. സ്തോത്രം. നിശ്ചയമാണ്, അതിനകത്ത് സംശയമില്ല. അതുകൊണ്ട് ഉപദേശം കൈക്കൊള്ളാൻ നമ്മൾ എന്ത് ചെയ്യണം? തയ്യാറാകണം. ഉപദേശം പഠിക്കണം. ഒരു ദൈവവൈതലിന്, ഒരു ദൈവദാസൻ എന്നുള്ളതിൽ എനിക്ക് ഈ ദൈവവചനത്തിൻ്റെ ഉപദേശം കൃത്യമായി അറിയണം.
ഞാനേ സംശയമുള്ളവനായി കഴിഞ്ഞാൽ കുരുടന് മറ്റൊരു കുരുടനെ വഴി കാണിക്കാൻ പറ്റത്തില്ല. എൻ്റെ സംശയങ്ങൾക്ക് ഞാൻ നിവാരണം വരുത്തണം. സ്തോത്രം. ആ സംശയങ്ങൾ നിവാരണം ചെയ്തതിന് ശേഷം ഞാൻ അത് പ്രസംഗിക്കണം. എന്നിൽ തന്നെ അടക്കി വെച്ചാൽ പോരാ, അത് പ്രസംഗിക്കണം. അത് പ്രസംഗിക്കുമ്പോൾ കേൾക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും അത് വിശ്വാസത്തിന് ഹേതുവായി പരിണമിക്കുവാൻ പരിവർത്തിക്കുന്ന പരിശുദ്ധാത്മാവുണ്ട്. ഞാൻ എൻ്റെ ഡ്യൂട്ടി ചെയ്യണം. സ്തോത്രം. ഉപദേശം കേട്ടു, കേൾക്കാൻ തയ്യാറാണോ? ഉപദേശം കേൾക്കാൻ നാം എവിടെയെങ്കിലുമൊക്കെ മറുത്തിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ഈ വചനത്തിന് മുമ്പിൽ നമ്മളെ ഒന്ന് സമർപ്പിച്ചിട്ട്, കർത്താവിൻ്റെ ദാസൻ എന്ന് പറഞ്ഞപ്പോൾ, ദൈവവചന സത്യമായി എന്നോട് ഇടപെട്ടപ്പോൾ ഞാനതിന് മറുത്തുപോയിട്ടുണ്ട്, ഞാനതിന് വിലങ്ങുതടിയായി നിന്ന് അതിനെതിരെ നിന്ന് ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്, എന്നോട് ക്ഷമിക്കണമേ എന്ന് ഒരു വാക്ക് ദൈവസന്നിധിയിൽ പറയാമോ? അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു. അടുത്തത് കൂട്ടായ്മ ആചരിച്ചെന്നാണ് പറയുന്നത്, കൊയിനോനിയ എന്ന. സ്തോത്രം. അത് ഭയങ്കര ആഴമായ ഒരു വേർഡാണ്. ഇപ്പം നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇതിനകത്തുള്ളതാണ്, ഈ കൂട്ടായ്മയ്ക്കകത്തുള്ളതാണ്. പലയിടത്തും നമ്മളൊക്കെ ഈ പാസ്റ്റർമാർ പ്രാർത്ഥിക്കാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവസാനം അല്ലെങ്കിൽ ഒരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവസാനം പ്രാർത്ഥിക്കും, കർത്താവേ പ്രിയപ്പെട്ടവർ തന്ന കൂട്ടായ്മയ്ക്കായിട്ട് സ്തോത്രം. എന്താ കൂട്ടായ്മ? തന്ന ചിപ്സും ചായയും കേക്കും. അതല്ല കൂട്ടായ്മ. തമാശയായിട്ട് പറയുക, അതല്ല കൂട്ടായ്മ. അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് ഒരുമിച്ച് അല്പസമയം ചെലവഴിക്കാൻ നമ്മുടെ ഹൃദയത്തിലുള്ള പരസ്പരം ബോണ്ടഡ് ആയിട്ടുള്ള, പരസ്പരം ബന്ധിക്കപ്പെട്ടിരിക്കുന്ന, പരസ്പരം നമുക്കുള്ളിലുള്ള സ്നേഹമുണ്ടല്ലോ, ആ സ്നേഹമാണ് കൂട്ടായ്മ എന്ന് പറയുന്നത്. അതിനകത്ത് നമ്മൾ ഒരുമിച്ച് ചെല്ലുമ്പോൾ ചിലപ്പോൾ ഒരു ചിപ്സ് കൊടുത്തെന്നിരിക്കും, ഒരു ചായ കൊടുത്തെന്നിരിക്കും, അത് ഒരുമിച്ചിരുന്ന് കുടിച്ചെന്നിരിക്കും. അവിടെ ഇരുന്ന് നാം സംസാരിക്കും, സ്തോത്രം, പ്രാർത്ഥിക്കും, ദൈവാലോചന ഷെയർ ചെയ്യും. പക്ഷേ എന്താ അതിൻ്റെ റീസൺ? കൂട്ടായ്മയാണ് ഇതിൻ്റെ കാരണം. കൂട്ടായ്മ ആചരിച്ചു. അപ്പം നുറുക്കിയും, അത് അടുത്ത വാക്യത്തിൽ കുറച്ചും കൂടെ വ്യക്തമായിട്ട് പറയുന്നു. മലയാളത്തിൽ എഴുതിയപ്പം വീട്ടിൽ അപ്പം നുറുക്കി എന്ന് എഴുതിയിട്ടുള്ളൂ. പക്ഷേ അത് ശരിയായിട്ട് നമ്മൾ ഡീപ്പായിട്ട് പഠിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇംഗ്ലീഷിലും ഗ്രീക്കിലും ഒക്കെ വായിക്കുന്ന സമയത്ത്, വീടാന്തരം കടന്ന് എന്ന് അപ്പം നുറുക്കി എന്നാണ് കാണുന്നത്. ഹൗസ് ടു ഹൗസ് എന്നാണ് കാണുന്നത്. സ്തോത്രം. എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസി അവർ മറ്റൊരു വിശ്വാസിയുടെ ഭവനത്തിൽ കടന്നു എന്ന് അവരെ കാണുന്നൊരു സ്വഭാവം, അവിടെ അപ്പം നുറുക്കുന്ന ഒരു സ്വഭാവം, അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവം, പരസ്പരം സ്നേഹമുള്ള ഒരു സ്വഭാവം ആദിമസഭയ്ക്കുണ്ടായിരുന്നെന്ന് ഇന്ന് നമുക്കുണ്ടോ? എത്ര പേർക്ക് നമ്മുടെ ചുറ്റുമുള്ള വീടുകൾ അറിയാം? നമ്മുടെ തന്നെ വീടുകൾ, നമ്മുടെ സഭയിലുള്ള വിശ്വാസികളുടെ വീടുകൾ, നമ്മുടെ സഹോദരങ്ങളുടെ വീടുകൾ എത്ര പേർക്കറിയാം? ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ വിളിച്ചു വയ്ക്കും, എത്രാമത്തെ ക്രോസിലാ? മാപ്പ് ഒന്ന് ഇട്ട് തരാവോ? ആദ്യത്തെ പ്രാവശ്യം, രണ്ടാമത്തെ പ്രാവശ്യം ശരിയാ, മൂന്നാമത്തെ പ്രാവശ്യം ചിലർക്ക് വഴി മറന്നു പോകുന്നത് ആ കുഴപ്പമുണ്ട്, ശരിയാ. പക്ഷേ പോകാത്തത് കൊണ്ടും ആഗ്രഹമില്ലാത്തത് കൊണ്ടും ഇത് വരുന്നത് ശരിയാണോ പ്രിയമുള്ളവരെ? സ്തോത്രം. നമുക്ക് പരസ്പരം അറിഞ്ഞിരിക്കണ്ടേ? ഒരു മാറ്റം എനിക്ക് നിങ്ങൾക്കും വേണ്ടേ? സ്തോത്രം. ഒരു മാറ്റം എനിക്ക് നിങ്ങൾക്കും വേണ്ടേ? പരസ്പരം ഒന്ന് അറിയണ്ടേ? പരസ്പരം ഒന്ന് പ്രാർത്ഥിക്കണ്ടേ? പരസ്പരം ഒന്ന് കൈകോർത്ത് നിന്ന് ദേശത്തിൻ്റെ വിടുതലിന് വേണ്ടി, സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി നമുക്കൊന്ന് പ്രവർത്തിക്കണ്ടേ? ഈ നിന്ദാപാത്രമായി കിടക്കുന്ന അനുഭവത്തിന് നമുക്കൊരു വ്യത്യാസം വരണ്ടേ? സ്തോത്രം. അങ്ങനെയാണെങ്കിൽ പറയണം, കർത്താവേ ഞങ്ങൾ എഴുന്നേറ്റ് പണിയും എന്ന് പറഞ്ഞ് പരസ്പരം ധൈര്യപ്പെടുത്തുന്ന ഒരു സ്വഭാവം നമ്മളിൽ ഉണ്ടാകണം. ഞാൻ വേഗത്തിൽ നിർത്തുകയാണ്. സ്തോത്രം. അവരിൽ പങ്കിടലുകൾ ഉണ്ടായിരുന്നു. സ്തോത്രം. അവരിൽ പ്രാർത്ഥന ഉണ്ടായിരുന്നു. അവസാനത്ത് പറയുക, അവർ പ്രാർത്ഥന കഴിച്ചും പോന്നു. ഇന്ന് പലപ്പോഴും ഇല്ലാത്തത് പ്രാർത്ഥനയാണ്. സ്തോത്രം. പലപ്പോഴും ഇല്ലാത്തത് പ്രാർത്ഥനയാണ്. സത്യസന്ധമായിട്ടും ജീവിതത്തെ ഒന്ന് ആഴമായിട്ടൊന്ന് ആരാഞ്ഞു നോക്കിക്കേ. കടമയ്ക്ക് മുകളിലുള്ള ആത്മാർത്ഥമായി ദൈവസന്നിധിയിൽ ദൈവത്തോട് സംസാരിക്കുന്ന പ്രാർത്ഥനാ നിമിഷങ്ങൾ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ കുറഞ്ഞു പോയിട്ടില്ലേ? സത്യമാ. കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇരിക്കാറുണ്ട്, കുടുംബ പ്രാർത്ഥന നടത്താറുണ്ട്. ചില ഭവനങ്ങളിൽ അത് നടക്കുന്നില്ലെന്നുള്ളത് ഒരു യാഥാർത്ഥ്യം. എന്നാൽ കുടുംബ പ്രാർത്ഥനകൾ നടത്താറുണ്ട്. കൃത്യമായ സമയത്ത് ഇരിക്കുന്നു, സാധാരണ ചെയ്യുന്നത് പോലെ ഒരു പാട്ട് പാടുന്നു. പാട്ടിൻ്റെ അർത്ഥം പോലും ചില സമയങ്ങളിൽ ഗ്രഹിക്കുന്നില്ല. എന്തോ ഒന്ന് വായിച്ചു വരുന്നത് സ്ഥിരം വായിക്കുന്നു. സാധാരണ ഉരുവിടുന്ന പദങ്ങൾ ഉരുവിട്ട് പ്രാർത്ഥനയായി ആമേൻ പറഞ്ഞ് നമ്മുടെ കിടക്കകളിലേക്ക് നമ്മൾ മടങ്ങിപ്പോകുന്നു, അല്ലെങ്കിൽ നമ്മുടെ പ്രവർത്തനങ്ങളിലേക്ക് നാം മടങ്ങിപ്പോകുന്നു. അതിൻ്റെ അപ്പുറത്തേക്കായി ശ്രദ്ധയോടുകൂടെ ദൈവസന്നിധിയിലിരുന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചിട്ട് ദിവസങ്ങൾ എത്രയായി? സഭയുടെ പ്രത്യേകത, സഭ പ്രാർത്ഥിക്കുന്ന സഭയാണ്. ഹല്ലേലൂയ. സഭയുടെ പ്രത്യേകത, സഭ വിഷയങ്ങളെ
ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്ന സഭയാണ്. സഭയുടെ പ്രത്യേകത, സഭ ശ്രദ്ധയോടെ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സഭയാണ്. സ്തോത്രം, സ്തോത്രം. അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു, കൂട്ടായ്മ ആചരിച്ചു, അപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ച് പോന്നു. ഈ നിലകളിലേക്ക് നമുക്കൊന്ന് നമ്മെ തന്നെ സമർപ്പിക്കാം. പരസ്പരം ഒന്നറിയാൻ, പരസ്പരം മറ്റുള്ളവരുടെ ആവശ്യങ്ങളിലൊന്ന് ഇടപെടാൻ. സ്തോത്രം, ഹല്ലേലൂയ. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, മറ്റുള്ളവരോടുകൂടെ നല്ല സ്നേഹ സൽക്കാരങ്ങളിൽ പങ്കുചേരുവാൻ. ഇങ്ങനെ അത് കഴിഞ്ഞ് അവിടെ കൊണ്ട് തീർന്നില്ല. വീണ്ടും ഈ രീതിയിൽ സഭ വളർന്നു, രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി, അങ്ങനെയല്ലേ നമ്മൾ വായിച്ചേ, ദൈവം സഭയോട് ചേർത്ത് പോന്നു. ഇങ്ങനെയാ സഭ വളരുന്നേ. ഇതില്ലാത്തടത്ത് കർത്താവ് എങ്ങനെ വിശ്വസിച്ച ആൾക്കാരെ ഏൽപ്പിക്കും? സ്തോത്രം. എൻ്റെ വാക്കുകളെ തെറ്റിദ്ധരിക്കരുത്. ഇതെന്നിലും നിങ്ങളിലും ഇല്ലെങ്കിൽ കർത്താവ് വിശ്വസിച്ച് തൻ്റെ ആടുകളെ വീണ്ടും നമ്മളെ എങ്ങനെ ഏൽപ്പിക്കും? സ്തോത്രം. നാം നമ്മളെ തന്നെ ഒന്നുകൂടെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാനായിട്ട് ഇടയായി തീരട്ടെ. അവസാനത്തെ 3 വാക്യങ്ങളെ വായിച്ച് ഞാൻ നിർത്തുകയാണ്. യഹോവേ, തെക്കേ നാട്ടിലെ തോടുകളെ പോലെ ഞങ്ങളുടെ പ്രവാസികളെ മടക്കി വരുത്തണമേ. കണ്ണുനീരോടെ വിതയ്ക്കുന്നവർ ആർപ്പോടെ കൊയ്യും. വായിക്കണമേ, എന്നോട് ചേർന്ന് വായിക്കണമേ. കണ്ണുനീരോടെ വിതയ്ക്കുന്നവർ ആർപ്പോടെ കൊയ്യും. കണ്ണുനീര് ഒഴുക്കാൻ നാം തയ്യാറല്ലെങ്കിൽ ആർപ്പിൻ്റെ അനുഭവങ്ങൾക്ക് സാധ്യതകൾ അസ്തമിക്കുകയാണ്. സ്തോത്രം. പലപ്പോഴും കണ്ണുനീരൊഴുക്കാൻ, കഷ്ടപ്പെടാൻ, സ്തോത്രം, വിതയ്ക്കാൻ നമ്മൾ തയ്യാറാകാതെ കൊയ്യാൻ വേണ്ടി മാത്രം ഇരിക്കുന്ന ഒരനുഭവം എൻ്റെ ജീവിതത്തിലോ നിങ്ങളുടെ ജീവിതത്തിലോ ഉണ്ടെങ്കിൽ അത് സാധ്യതയില്ലാത്ത മേഖലയാണ് കേട്ടോ. സ്തോത്രം. വിതയ്ക്കാൻ നമ്മൾ തയ്യാറാകണം. സ്തോത്രം. അടുത്ത് പറയുക, വിത്ത് ചുമന്നും കരഞ്ഞും കൊണ്ട്, കരഞ്ഞും വിതച്ചും കൊണ്ട് നടക്കുന്നു. കറ്റ ചുമന്നും ആർത്തും കൊണ്ട് വരുന്നു. കറ്റ ചുമന്നുകൊണ്ട് ആർത്തുകൊണ്ട് വരുന്ന ഒരാർപ്പിൻ്റെ പുറകിൽ, സ്തോത്രം, കഴിഞ്ഞ നാളുകളിൽ ഒഴുക്കിയ കണ്ണുനീരിൻ്റെ വിതകളുണ്ടെന്ന് മറന്നു പോകരുത്. സ്തോത്രം. അത് മറ്റൊരു രീതിയിൽ ഇപ്പം പറയാം. സ്തോത്രം. കണ്ണുനീരോടെ ഈ കാലഘട്ടത്തിൽ വിതയ്ക്കുന്നവരാണ് നമ്മളെങ്കിൽ മറന്നു പോകരുത്. നിശ്ചയമായിട്ടും കറ്റ ചുമന്നും ആർത്തുകൊണ്ടും വരുന്ന ഒരു നാൾ എനിക്കും നിങ്ങൾക്കുമുണ്ട്. അത് ദൈവം നമ്മുടെ കണ്ണുനീരിനെ മറികടക്കാതെ നമുക്ക് നൽകി തരും. ഇത് വിശ്വസിച്ചോളണം. സ്തോത്രം. കണ്ണുനീരോടെ വിതയ്ക്കുന്നവർ ആർപ്പോടെ കൊയ്യും. സ്തോത്രം. നമുക്ക് ഈ നാളുകളിൽ നമ്മുടെ ജീവിതത്തിൽ ശക്തമായ ഐക്യതയുള്ളവരായിട്ട് മുന്നേറാം. ഞാൻ എന്നെ അതിനായി സമർപ്പിക്കുക. എന്നോട് ചേർന്ന് നിങ്ങൾ എന്നോട് കൂടെ ചേർന്ന് സമർപ്പിക്കുമോ? നാം ഒരുമിച്ച് ചേർന്ന് സമർപ്പിക്കുമോ? സ്തോത്രം. നെഹമ്യാവ് പറഞ്ഞതുപോലെ നാം ഇനി നിന്ദാപാത്രരായി ഇവിടെ കിടന്ന് അപമാനിതരായി തീരുവാനിടയാകാതെ ഈ നാളുകളിൽ എഴുന്നേറ്റ് പണിയുവാൻ യെരൂശലേം ഒരു ദൈവ നഗരമായി, അതിൻ്റെ അകത്തളങ്ങളിൽ ഇരിക്കുന്ന കാലുകൾ, സ്തോത്രം, മനോഹരമായി, സ്തോത്രം, അതിനകത്ത് കടന്നു വരുന്നവർ സന്തോഷവും സമാധാനവും ദൈവ സാന്നിധ്യവും അനുഭവിക്കത്തക്കവണ്ണം ശാലേം നഗരമായി ഈ നഗരം തീരുവാൻ, നമ്മുടെ സഭ തീരുവാൻ, നമ്മുടെ ഭവനങ്ങൾ തീരുവാൻ, നമ്മുടെ ജീവിതങ്ങൾ തീരുവാൻ നമുക്കൊന്ന് അന്യോന്യം ധൈര്യപ്പെടുത്തി എഴുന്നേൽക്കാൻ. പ്രിയമുള്ളവരെ, അതിനായിട്ട് നമ്മെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. ഹല്ലേലൂയ. സ്തോത്രം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ദൈവം നമ്മെ ബലപ്പെടുത്തുമാറാകട്ടെ. ആമേൻ, ആമേൻ.